സ്റ്റുഡൻസ്, പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പോളിമേഴ്സ് എന്താണെന്ന് കണ്ടു. പിന്നെ തെർമോ പ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക് അതൊക്കെ എന്താണെന്ന് കണ്ടു. പിന്നെ വന്നിട്ട് റിയാക്ഷൻസ്, അതായത് 3 സ്റ്റെപ്സ് 2 ടൈപ്പിൽ പഠിച്ചു. അഡീഷൻ, കണ്ടൻസേഷൻ. പിന്നെ അതിൽ തന്നെ അഡീഷനിൽ വരുന്ന 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ആ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ളത് പ്ലാസ്റ്റിക് മൗൾഡിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. പ്ലാസ്റ്റിക് മൗൾഡിംഗ് എന്താണ്? പ്ലാസ്റ്റിക് മൗൾഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഷേപ്പിംഗ് പ്ലാസ്റ്റിക് യൂസിങ് എ റിജിഡ് ഫ്രെയിം ഓർ മൗൾഡ്. ഒരു വളരെ കട്ടിയുള്ളൊരു ഫ്രെയിം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മൗൾഡ് ഉപയോഗിച്ചോ നമ്മൾ പ്ലാസ്റ്റിക്കിന് ഷേപ്പ് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് മൗൾഡിംഗ്. ദ ടെക്നിക് അലോസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് ഓൾ ഷേപ്സ് ആൻഡ് സൈസസ് വിത്ത് ഹ്യൂജ് ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ഫോർ ബോത്ത് സിമ്പിൾ ആൻഡ് ഹൈലി കോംപ്ലെക്സ് ഡിസൈൻസ്. അപ്പം സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡിസൈൻ ആണെങ്കിലും കോംപ്ലെക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഡിസൈൻ ആണെങ്കിലും ഏത് ഒബ്ജക്റ്റിനാണോ, ഒബ്ജക്റ്റിനനുസരിച്ച് സിമ്പിളാണോ കോംപ്ലെക്സ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് വേരി ചെയ്യുമല്ലോ. അപ്പോൾ അത് എന്താണെങ്കിലും അതിൻ്റെ ഷേപ്പിനാണെങ്കിലും ശരി, അതിൻ്റെ സൈസിനാണെങ്കിലും ശരി, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സിന് സാധിക്കും. എ mold is a hollowed out block that is filled with a liquid or malleable material such as glass, plastic, metal or ceramic raw material. ഇനി മൗൾഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്, അതായത് അകം പൊള്ളയായിട്ടുള്ളൊരു ബ്ലോക്കാണ് ശരിക്കും മൗൾഡ് എന്ന് പറയുന്നത്. അത് അതിനകത്തേക്ക് നമ്മൾ മെറ്റീരിയൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മെറ്റീരിയലാണോ വേണ്ടത്, അത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ, അപ്പോൾ അതുപോലെ ഡിസൈൻ ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയൽ അതിനകത്തേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് മൗൾഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ദ മോസ്റ്റ് പോപ്പുലർ ടെക്നിക്സ് ഇൻ പ്ലാസ്റ്റിക് മൗൾഡിംഗ് ആർ ഇഞ്ചക്ഷൻ മൗൾഡിംഗ്, കംപ്രഷൻ മൗൾഡിംഗ്, എക്സ്ട്രൂഷൻ മൗൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ മൗൾഡിംഗ്. അപ്പം ഈ പ്ലാസ്റ്റിക് മൗൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന 4 മൗൾഡിംഗ് ടെക്നിക്കുകളാണ് ഉള്ളത്. ഇത് കൂടാതെ ധാരാളം മൗൾഡിംഗ് ടെക്നിക്കുകളൊക്കെ അവൈലബിൾ ആണ്, റൊട്ടേഷൻ മൗൾഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഈ 4 മൗൾഡിംഗ് ടെക്നിക്കുകൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇഞ്ചക്ഷൻ മൗൾഡിംഗ് ആണ്. ഇഞ്ചക്ഷൻ മൗൾഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് plastic parts by injecting molding plastic material at high pressure into a metal mold. അപ്പോൾ ഒരു മെറ്റൽ മോൾഡ് എടുത്തിട്ട്, മോൾഡ് എന്ന് പറഞ്ഞാലും മൗൾഡ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസമാണ്, പക്ഷേ രണ്ടും 2 വേർഡാണ്, പക്ഷേ മീനിങ് സെയിം ആണ്. അപ്പോൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു മോൾഡ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുക. അത് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുക അണ്ടർ ഹൈ പ്രഷർ. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ്ഡ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇഞ്ചക്ഷൻ മോൾഡിംഗ്. Just like other form of plastic molding, after molten plastic is injected into the mold is cooled and opened to reveal a solid plastic part. അപ്പം മൗൾഡിനകത്തേക്ക് നമ്മൾ മോൾട്ടൺ പ്ലാസ്റ്റിക്കിനെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടതിന് ശേഷം മറ്റെല്ലാ ടെക്നിക്കുകളെ പോലെ തന്നെ ഇവിടെ നമ്മൾ മൗൾഡിനെ കൂൾ ചെയ്യാനായിട്ട് അനുവദിക്കും. നല്ലോണം കൂൾ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മൗൾഡ് തുറന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വന്നിരിക്കുന്ന ആ ഒരു സോളിഡ് പ്ലാസ്റ്റിക് പാർട്ടിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു മൗൾഡിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. കോമൺ യൂസസ് ഫോർ ഇഞ്ചക്ഷൻ മൗൾഡിംഗ്. ഇനിയും ഇഞ്ചക്ഷൻ മൗൾഡിങ്ങിൻ്റെ കോമൺ യൂസസ് എന്തൊക്കെയാണ്? ഇഞ്ചക്ഷൻ മൗൾഡ് ഈസ് കോമൺലി യൂസ് ഫോർ മേക്കിംഗ് വെരി ഹൈ വോളിയം കസ്റ്റം പ്ലാസ്റ്റിക് പാർട്ട്. അത് വോളിയം കൂടുതലായിട്ടുള്ള പ്ലാസ്റ്റിക് പാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ലാർജ് ഇഞ്ചക്ഷൻ മൗൾഡിംഗ് മെഷീൻസ് ക്യാൻ മോൾഡ് കാർ പാർട്സ്. അത് കാർ പാർട്ടുകൾ, കാറിൻ്റെ പാർട്ടുകളൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ടെക്നിക്ക് വഴിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്മോളർ മെഷീൻസ് ക്യാൻ പ്രൊഡ്യൂസ് വെരി പ്രിസൈസ് പ്ലാസ്റ്റിക് പാർട്ട് ഫോർ സർജിക്കൽ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ സർജിക്കൽ ആപ്ലിക്കേഷൻ എന്നത് മെഡിക്കൽ ഫീൽഡുകളിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇത് വേണമല്ലോ, വളരെ കറക്റ്റായിട്ടുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള പ്ലാസ്റ്റിക് പാർട്ടുകളായിരിക്കും സർജിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഇഞ്ചക്ഷൻ മൗൾഡിങ് വഴി. ഇൻ അഡീഷൻ ദർ ആർ മെനി ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് റെസിൻസ് ആൻഡ് അഡിക്റ്റീവ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇഞ്ചക്ഷൻ മൗൾഡിങ് പ്രോസസ്, ഇൻക്രീസിങ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി ഫോർ ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. അപ്പം ഈ ഇഞ്ചക്ഷൻ മൗൾഡിങ് പ്രോസസ്സിൽ നമ്മൾ ഇത് കൂടാണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ്, ഡിസൈനിങ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ഡിസൈനേഴ്സിനോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനോ ആരാണോ ഉണ്ടാക്കുന്നത് അവർക്ക് ആവശ്യാനുസരണം അവരുടെ ഇഷ്ടാനുസരണം അഡിക്റ്റീവ്സും പ്ലാസ്റ്റിക് റെസിൻസും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടുന്നതിനും അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഫൈനൽ പ്രോപ്പർട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് റെസിൻസ് അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ മൗൾഡിംഗ് പ്രോസസ്സിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നും ഇല്ല. Injection molding, which can be made from steel or aluminum, carry a hefty cost. However, the cost per part is very economical if you need several thousand parts per year. അപ്പം ഈ സ്റ്റീല്, അലുമിനിയം പോലുള്ള മെറ്റൽസിൽ നിന്നും നമ്മൾ ഇഞ്ചക്ഷൻ മോൾഡ് പ്രിപ്പയർ ചെയ്യും. മെറ്റലിൻ്റെ ഇഞ്ചക്ഷൻ മോൾഡാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പം എടുക്കുന്നത് ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൽ. അപ്പം സ്റ്റീല്, അലുമിനിയത്തിൻ്റെ ഒക്കെ മോൾഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇക്കണോമിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കോസ്റ്റ് കുറവുള്ളതായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. വിത്ത് ഇഞ്ചക്ഷൻ മോൾഡിങ് tooling usually takes 12 to 16 weeks with up to 4 more weeks for production. അപ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിങ് ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് വസ്തുവിനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മുതൽ 16 ആഴ്ചകളോളം എടുക്കും അതിൻ്റെ ഫൈനൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇനിയും ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് യൂസസ് ആണ്. അതായത് ഇഞ്ചക്ഷൻ മോൾഡിങ് ബെസ്റ്റ് യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറാണ് കാണാൻ സാധിക്കുന്നത്. കോമൺ പാർട്സ്, ഇഞ്ചക്ഷൻ മൗൾഡ് വഴി പ്രിപ്പയർ ചെയ്യുന്ന കോമൺ പാർട്സ് എന്ന് വെച്ചാൽ ഓട്ടോ ഡാഷ്ബോർഡ് ആൻഡ് ബമ്പേഴ്സ്, ഇലക്ട്രിക്കൽ സ്വിച്ചസ്, മെഡിക്കൽ ഡിവൈസസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ ക്യാപ്സ്. പ്ലാസ്റ്റിക്കുകളാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ മോൾഡിങ് പ്രിഫർ ചെയ്യാവുന്നതാണ്. Injection molding may be right for molding any kind of plastic part or product when you need more than 30,000 pieces a year. അപ്പം 30,000 പീസസ് പെർ ഇയർ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ മോൾഡിങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഇതാണ് ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻ. ഈ ഒരു ഫിഗറാണ് ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻ്റെ ഫിഗറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു മൗൾഡുണ്ട്, കണ്ടോ, മൗൾഡുണ്ട്, പിന്നെ ഒരു മൗൾഡ് ക്യാവിറ്റി ഉണ്ട്, മൗൾഡഡ് പാർട്ടുണ്ട്, അതിലേക്കൊരു സിറിഞ്ച് മാതിരി ഇരിക്കുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്തൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മോൾട്ടൺ ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നമ്മൾ കടത്തി വിടുന്നത്. അപ്പോൾ അതിന് മുകളിൽ ഒരു ഫണൽ മാതിരി ഇരിക്കുന്നൊരു ചേമ്പറുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ റോ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കിനെയൊക്കെ നമ്മൾ കടത്തി വിടുന്നത്. പിന്നീട് നമ്മളിവിടെ ഹൈ പ്രഷർ, അതായത് പിസ്റ്റണെ അമർത്തിക്കൊണ്ട് ഹൈ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് മോൾട്ടൺ പ്ലാസ്റ്റിക് കറക്റ്റ് മൗൾഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഞ്ചക്ഷൻ മൗൾഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഇനി അടുത്തത് compression molding. Compression molding is done exactly like the name suggests, as a heated plastic material is placed into a heated mold, then pressed into a specific shape. അപ്പോൾ ഒരു ഹീറ്റഡ് പേര് പറയുന്ന ഒരു കംപ്രഷൻ മോൾഡിങ് പേര് സജസ്റ്റ് ചെയ്യുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കംപ്രസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഹീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മൗൾഡും, ഇവിടെ എടുക്കുന്ന മൗൾഡും ഹീറ്റഡ് ആണ്, നമ്മൾ എടുക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലും ഹീറ്റഡ് ആണ്. എന്നിട്ട് അതിലേക്ക് ഈ ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ ഹീറ്റഡ് ആയിരിക്കുന്ന മൗൾഡിലേക്ക് ഇട്ടിട്ട് നല്ലോണം പ്രസ് ചെയ്യും. ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മൗൾഡ് ചൂസ് ചെയ്യുക, പ്ലാസ്റ്റിക് ഒഴിക്കുക, പിന്നെ അതിനെ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക, പ്രസ് ചെയ്യുക. യൂഷ്വലി ദ പ്ലാസ്റ്റിക് കംസ് ഇൻ ഷീറ്റ്സ് ബട്ട് ക്യാൻ ഓൾസോ ബി ഇൻ ബൾക്ക്. അപ്പം ഷീറ്റുകളായിട്ടായിരിക്കും സാധാരണയായിട്ട് കംപ്രഷൻ മൗൾഡ് വഴി വരുന്നത്, പക്ഷേ ബൾക്കായിട്ട് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. വൺസ് ദ പ്ലാസ്റ്റിക് ഈസ് കംപ്രസ്ഡ് ഇൻ ടു ദ റൈറ്റ് ഷേപ്പ്, ദ ഹീറ്റിംഗ് പ്രോസസ് എൻഷുവേഴ്സ് ദാറ്റ് ദ പ്ലാസ്റ്റിക് റീറ്റെയിൻസ് മാക്സിമം സ്ട്രെങ്ത്. അപ്പോൾ ഒരു തവണ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു, നമ്മുടെ ഷേപ്പ് ആ പ്ലാസ്റ്റിക് അറ്റൈൻ ചെയ്താലും വീണ്ടും എന്ത് ചെയ്യുക, നമ്മളതിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. The final steps in this process involve cooling, trimming and then removing the plastic part from the mold. അപ്പോൾ ഇതിനൊരു ഫൈനൽ സ്റ്റെപ്പായിട്ട് പറയുന്നത് കൂളിംഗ് ആണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിനെ നല്ലോണം കൂൾ ചെയ്യുക, പിന്നെ ട്രിം ചെയ്തെടുക്കുക. അതായത് വേണ്ടുന്ന പാർട്ടുകൾ വേണ്ടുന്നത് മാത്രം നല്ലൊരു ഫിനിഷിങ് കൊടുത്ത് ട്രിം ചെയ്തെടുക്കുക. എന്നിട്ട് ഫൈനലി ആ മോൾഡിൽ നിന്നും നമ്മുടെ പ്ലാസ്റ്റിക് പാർട്ടിനെ റിമൂവ് ചെയ്തെടുക്കുക. Common uses of compression molding. The best use of compression molding is the replacement of metal parts with plastic parts. അപ്പം മെറ്റൽ പാർട്സിനെ നമ്മൾ പ്ലാസ്റ്റിക് പാർട്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന
ആണെങ്കിൽ നമുക്ക് ഈ കംപ്രഷൻ മോൾഡിംഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ് ഫോർ സ്മോളർ പാർട്സ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ വെരി ഹൈ വോളിയം ഉള്ള സ്മോൾ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സ്മോൾ പാർട്ടുകളോ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ദ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി യൂസസ് കംപ്രഷൻ മോൾഡിംഗ് ഹെവിലി ബിക്കോസ് ദ ഫൈനൽ പ്രോഡക്ട്സ് ആർ വെരി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡ്യൂറബിൾ, കുറേ നാളത്തേക്ക് ഇത് ഇരിക്കാൻ വേണ്ടിയിട്ടും സാധാരണയായിട്ട് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസിലൊക്കെ കംപ്രഷൻ മോൾഡിംഗ് ആണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഈ എന്താ പറയുന്നത്, വണ്ടികളുടെയൊക്കെ പാർട്സ് ഉണ്ടാക്കുന്നതിനെയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിരിക്കണം, കുറേ കാലം ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്രഷൻ മോൾഡിംഗ് ആണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കംപ്രഷൻ മോൾഡിംഗ് ഈസ് സബ്സ്റ്റാൻഷ്യൽ ഡിപ്പെൻഡിങ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ നമ്പർ ഓഫ് ക്യാവിറ്റീസ്, ദ സൈസ് ഓഫ് ദ പാർട്സ് ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ പീസസ് ആൻഡ് ദ സർഫസ് ഫിനിഷിംഗ് എമംഗ് അതർ തിങ്സ്. അപ്പം കംപ്രഷൻ മോൾഡിങ്ങിൻ്റെ ഒരു ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വലിയ കൂടുതലോ എന്നാൽ വലിയ കുറവായിട്ടുള്ളതല്ല. പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക, നമ്മുടെ പാർട്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ ആ പീസസ് എങ്ങനെയായിരിക്കണം, ഷീറ്റായിട്ട് വേണോ ബൾക്കായിട്ട് വേണോ, അതിൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെയായിരിക്കണം, പിന്നെ അതിനുള്ളിലെ ക്യാവിറ്റീസ് എങ്ങനെ വേണം, അതിൻ്റെ ഫിനിഷിങ് എങ്ങനെ കൊടുക്കണം, ആ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ബട്ട് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട് ഈസ് ലോ അറ്റ് ഹൈ ക്വാണ്ടിറ്റീസ്, സോ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പാർട്സ് ആർ ഐഡിയൽ ഫോർ ദിസ് ഇൻ ദ ഫോം ഓഫ് മോൾഡിങ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ കുറവ് കോസ്റ്റിൽ ധാരാളം പ്രോഡക്റ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും വിയ കംപ്രഷൻ മോൾഡിങ്. അപ്പോൾ ഇത് കംപ്രഷൻ മോൾഡിങ് വഴി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന കോമൺ പ്രോഡക്ട്സ് ഓട്ടോമോട്ടീവ് പാർട്സ്, ഹൂഡ്സ് ആൻഡ് ഫെൻഡേഴ്സ്, സ്കൂപ്സ് ആൻഡ് സ്പോയിലേഴ്സ്, സ്മോളർ ഓട്ടോ പാർട്സ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു യൂസസ് ആണ്. സ്മോൾ പാർട്സ് ക്യാൻ ബി എയ്തർ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് നീഡഡ് ഇൻ ഹൈ ക്വാണ്ടിറ്റി ആനുവലി. അപ്പം വർഷാവർഷം നമുക്ക് ചെറിയ ഹൈ ക്വാണ്ടിറ്റീസിൽ ചെറിയ പാർട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ മോൾഡിങ് വഴി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ കംപ്രഷൻ മോൾഡിങ്ങിൻ്റെ മെഷീനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ലോവർ ഫിക്സ്ഡ് ഒരു മൗൾഡിൻ്റെ ഹാഫ്, അപ്പം മൗൾഡിനെ നമ്മൾ 2 ഹാഫ്സായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മൂവബിളും ആണ്, ഒന്ന് നോൺ മൂവബിളും ആണ്. അപ്പോൾ താഴെ വെച്ചിരിക്കുന്നത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു മൗൾഡ് ഹാഫിനാണ് മൂവബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ അത് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ അടിയിലിരിക്കുന്ന മൗൾഡിനകത്തേക്കാണ് ശരിക്കും നമ്മൾ നമ്മുടെ ഇത് വെച്ച് കൊടുക്കുന്നത്, എന്താ പ്ലാസ്റ്റിക്, ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് മുകളിലേക്കുള്ള അത് വന്ന് പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് കാണാൻ സാധിക്കും, ഈ റെഡ് കളറിൽ കാണിക്കുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. മൗൾഡിൻ്റെ അതേ ഷേപ്പ് ആ പ്രോഡക്റ്റും അറ്റൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് കംപ്രഷൻ മൗൾഡിങ്ങിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മൗൾഡിങ് ടെക്നീക്കാണ് എക്സ്ട്രൂഷൻ മോൾഡിംഗ് എന്ന് പറയുന്നത്. എക്സ്ട്രൂഷൻ മോൾഡിംഗ് ഈസ് സിമിലർ ടു ഇഞ്ചക്ഷൻ മോൾഡിംഗ് എക്സെപ്റ്റ് ദ ലോങ് കണ്ടിന്യൂസ് ഷേപ്പ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഇഞ്ചക്ഷൻ മൗൾഡിങ്ങിൽ ലോങ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ എക്സ്ട്രൂഷൻ മൗൾഡിങ്ങിൽ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ എന്ത് തന്നെയാണ് ഇഞ്ചക്ഷൻ മൗൾഡിങ്ങിനോട് സിമിലർ ആയിട്ട് തന്നെയാണ് എക്സ്ട്രൂഷൻ മൗൾഡിങ്ങും നടക്കുന്നത്. അനദർ ഡിഫറൻസ് ഇൻ എക്സ്ട്രൂഷൻ മൗൾഡിംഗ് ഈസ് ദാറ്റ് ദ പ്രോസസ് യൂസസ് എ ഡൈ നോട്ട് എ മൗൾഡ്. അപ്പോൾ ഇതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു മൗൾഡല്ല, പകരം ഒരു ഡൈ ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ മൗൾഡിങ്ങിനകത്ത് അവർ ഉപയോഗിക്കുന്ന എന്താണ്, ഒരു മൗൾഡാണ്. പക്ഷേ എക്സ്ട്രൂഷൻ മൗൾഡിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഡൈ ആണ്, മൗൾഡല്ല. എക്സ്ട്രൂഡഡ് പാർട്സ് ആർ മെയ്ഡ് ബൈ സ്ക്വീസിങ് ഹോട്ട് റോ മെറ്റീരിയൽ ത്രൂ കസ്റ്റം ഡൈ. ഇപ്പോൾ ഒരു കസ്റ്റം ഡൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൂടെ നമ്മുടെ ഹോട്ടായിട്ടിരിക്കുന്ന റോ മെറ്റീരിയൽ, എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് റോ മെറ്റീരിയലിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വീസ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എക്സ്ട്രൂഡഡ് പാർട്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. While other form of moulding uses extrusion to get plastic resins into a mold, this process extrudes the melted plastic directly into the die. അപ്പം മറ്റ് മൗൾഡിങ് ഫോംസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് റെസിൻസിനെ മോൾഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഡയറക്റ്റ്ലി നമ്മൾ മെൽറ്റഡ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ ഡൈയിലേക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കും. ദ ഡൈ ഷേപ്പ് നോട്ട് എ മൗൾഡ് ഡിറ്റർമൈൻസ് ദ ഷേപ്പ് ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ആ ഡൈയുടെ ഷേപ്പാണ് ആ പ്രോഡക്റ്റിന് കിട്ടുന്നത്, മൗൾഡിൻ്റെ ഷേപ്പല്ല, ഡൈയുടെ ഷേപ്പാണ് ആ പ്രോഡക്റ്റിന് കിട്ടുന്നത്. ഓക്കെ, the common uses of extrusion molding, parts from the extrusion have a fixed cross sectional profile. ഇപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ക്രോസ് സെക്ഷണൽ പ്രൊഫൈൽ കാണും എക്സ്ട്രൂഡഡ് പാർട്ടിന്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഒക്കെ ആയിരിക്കും കാണുക. എക്സാമ്പിൾസ് ഓഫ് എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് PVC പൈപ്പിംഗ്, സ്ട്രോസ് ആൻഡ് ഹോസസ്. അറിയാലോ, PVC പൈപ്പ്, സ്ട്രോസ്, hose ഒക്കെ. The parts do not need to round, but they have to have the same shape along the length of the part.
അപ്പം ഈ നമ്മളെടുക്കുന്ന പാർട്ടെന്ന് പറയുന്നത് ഒരിക്കലും റൗണ്ട് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ എക്സ്ട്രൂഷൻ മൗൾഡിങ് വഴി റൗണ്ട് ആയിട്ടിരിക്കുന്ന സാധനം മാത്രം പ്രിപ്പയർ ചെയ്യണമെന്നില്ല. പക്ഷേ ആ കറക്റ്റ് പ്രോഡക്റ്റിൻ്റെ ലെന്ത് അതിന് കിട്ടിയിരിക്കും. അപ്പം ലെങ്തി മാത്രം ആവണം എന്നില്ല, എങ്ങനെ വേണമെങ്കിലും അതിനകത്ത് ഉപയോഗിക്കാം. The cost of extrusion molding is relatively low compared to other molding process because of simplicity of the die and the machines themselves. അപ്പം മറ്റ് മൗൾഡിങ് പ്രോസസ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രൂഷൻ മൗൾഡിങ്ങിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. കാരണം ഇവിടെ ഡൈ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മെഷീൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മൗൾഡിങ് പ്രോസസ്സാണിത്. ഹൗവർ ദ നേച്ചർ ഓഫ് മൗൾഡിങ് പ്രോസസ് ലിമിറ്റ്സ് ദ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. പക്ഷേ ലിമിറ്റേഷൻസ് കാണും. എന്താ പറയുന്നത്, പർട്ടിക്കുലർ പ്രൊഡക്ട്സ് മാത്രമേ ഇതുവഴി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് കാണും, പക്ഷേ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസൊക്കെയാണ് ഇതിന്. ഇനിയും ഇതിൻ്റെ ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത് കോമൺ പ്രൊഡക്ട്സ് ഹോസസ്, സ്ട്രോസ്, പ്ലാസ്റ്റിക് ഡെക്കിംഗ്, PVC പൈപ്പ്, പ്ലാസ്റ്റിക് ഗട്ടേഴ്സൊക്കെ സിമ്പിൾ പാർട്സ് വിത്ത് എ ഫിക്സ് ക്രോസ് സെക്ഷണൽ പ്രൊഫൈൽ ലൈക്ക് സ്ക്വയർ ഓർ സർക്കിൾ. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡയമെൻഷൻ കാണും. അതായത് സർക്കിൾ വേണമെങ്കിൽ അതിനകത്ത്, സ്ക്വയർ വേണമെങ്കിൽ അതിനകത്ത്. അപ്പോൾ അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കുന്ന സിംപ്ലർ പാർട്സിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ പാർട്സിന് ഇങ്ങനെയുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്രോസ് സെക്ഷണൽ പ്രൊഫൈലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ കോമൺ പ്രോഡക്ട്സ്, ഈ ഇതുവഴി പ്രിപ്പയർ ചെയ്തെടുക്കുന്ന കോമൺ പ്രോഡക്ട്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എക്സ്ട്രൂഷൻ മൗൾഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, മെഷീൻ സെറ്റപ്പ്. കണ്ടോ, ആ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ മൗൾഡല്ല, ഡൈ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ലെങ്ത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. മുകളിലൂടെ നമ്മൾ ഫീഡ് ഹോപ്പറിനകത്തൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബുൾനോസ് ഉണ്ട്, അത് ആ ഒരു ഫിനിഷിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സ്ട്രോ, ബാരൽ ഓർ സിലിണ്ടർ, പിന്നെ കൂളിംഗ് ചാനലുണ്ട് കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇലക്ട്രിക് ഹീറ്റർ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, അത് ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പ്രസൻസും കൂടെ ആ ഒരു മെഷീനിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെഷീൻ. ഇനി അടുത്ത നാലാമത്തെ മൗൾഡിങ് പ്രോസസ്സാണ് ട്രാൻസ്ഫർ മൗൾഡിങ്. ഇറ്റ് ഈസ് എ മാനുഫാക്ചറിങ് പ്രോസസ് ഇൻ വിച്ച് കാസ്റ്റിംഗ് മെറ്റീരിയൽ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു എ മൗൾഡ്. അപ്പം നമ്മുടെ കാസ്റ്റ് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനെ നമ്മൾ മൗൾഡിലേക്ക് ഫോഴ്സ് ചെയ്ത് വെക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ മൗൾഡിങ്. ട്രാൻസ്ഫർ മൗൾഡിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കംപ്രഷൻ മൗൾഡിങ് ഇൻ ദാറ്റ് മൗൾഡ് ഈസ് എൻക്ലോസ്ഡ്. അപ്പം കംപ്രഷൻ മൗൾഡിങ്ങിൽ നിന്നും എങ്ങനെ ട്രാൻസ്ഫർ മൗൾഡിങ് ഇതാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മൗൾഡിൻ്റെ അടച്ചു വെച്ചിരിക്കുകയാണ്. റാദർ ദാൻ ഓപ്പൺ. കംപ്രഷൻ മൗൾഡിങ്ങിൽ ഇതെന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അടച്ചു വെച്ചിരിക്കുക. പക്ഷേ ട്രാൻസ്ഫർ മൗൾഡിങ്ങിലേക്ക് വരുമ്പോൾ ഇതിനൊരു കവറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. റാദർ ദാൻ ഓപ്പൺ ടു ഫിൽ ദ പ്ലഞ്ചർ റിസൾട്ടിങ് ഇൻ ഹയർ ഡയമെൻഷണൽ ടോളറൻസ് ആൻഡ് ലെസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അപ്പം ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടോളറൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇതിനൊരു കംപ്രഷൻ മൗൾഡിങ്ങെ പോലെ തന്നെ നമ്മൾ മൗൾഡിലേക്ക് ഫോഴ്സ് ചെയ്ത് കാസ്റ്റിംഗ് മെറ്റീരിയലിന് ഇട്ട് കൊടുക്കുന്നു. പക്ഷേ കംപ്രഷൻ മൗൾഡിങ്ങിൽ അതിനൊരു അടപ്പുണ്ടാവും, ഒരു ക്ലോസിങ് ലിഡ് ഉണ്ടാവും. പക്ഷേ ട്രാൻസ്ഫർ മൗൾഡിങ്ങിൽ ക്ലോസ് ചെയ്യുന്നില്ല, ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത്. കമ്പയർഡ് ടു ഇഞ്ചക്ഷൻ മൗൾഡിങ്, ട്രാൻസ്ഫർ മൗൾഡിങ് യൂസസ് ഹയർ പ്രഷേഴ്സ് ടു യൂണിഫോംലി ഫിൽ ദ മൗൾഡ് ക്യാവിറ്റി. ഹയർ പ്രഷർ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ദിസ് അലോസ് തിക്കർ റെയിൻഫോഴ്സിങ് ഫൈബേഴ്സ് മെട്രിക്സസ് ടു ബി കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ബൈ റെസിൻസ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റ് ആയിട്ട് റെസിൻസ് ഉപയോഗിച്ച് സാച്ചുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Furthermore, unlike injection molding, the transfer molding cast material may start processing as a solid. പിന്നീട് നമ്മളിതിലേക്ക്, അതായത് മൗൾഡിലേക്ക് മെറ്റീരിയലിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ സോളിഡ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. മറ്റേതൊക്കെ കൂൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഇത് ഇട്ട് കൊടുക്കുന്ന സമയം മുതൽ തന്നെ എന്ത് ചെയ്യും, സോളിഡ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദിസ് ക്യാൻ റെഡ്യൂസ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് ടൈം ഡിപ്പെൻഡൻസി. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും, ടൈമും കുറയ്ക്കാൻ പറ്റും. ദ ട്രാൻസ്ഫർ പ്രോസസ് മേ ഹാവ് സ്ലോവർ fill rate and than the equivalent injection molding process. ട്രാൻസ്ഫർ പ്രോസസ്സിന് ഫിൽ റേറ്റ് സ്ലോവർ ആയിട്ടാണ്. ഫില്ല് ചെയ്യുന്ന ആ ഒരു റേറ്റ് കുറവാണെങ്കിലും പക്ഷേ ഫില്ല് ചെയ്യുന്ന അന്നേരം തന്നെ ഇത് കൂൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ മൗൾഡിങ്ങിൻ്റെ മെഷീൻ എന്ന് പറയുന്നത്. റെഡ് കളറിൽ കാണുന്നത് ആണ് നമ്മുടെ മൗൾഡഡ് ക്യാവിറ്റി ഉണ്ടോ, ഒരു മൗൾഡഡ് ക്യാവിറ്റി ഉണ്ട്. റെഡ് കളറിൽ കാണുന്ന ട്രാൻസ്ഫർ പോട്ട് എന്ന് പറയും. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹീറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആ ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്യും. മോൾഡഡ് പാർട്ടിലേക്ക് റെഡ് കളറിൽ കാണപ്പെടുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന കാസ്റ്റിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ആ ക്യാവിറ്റിയുടെ ഷേപ്പ് അറ്റൈൻ ചെയ്യും.
അപ്പോൾ അണ്ടർ ഹൈ പ്രഷറിലാണ് ഇതിനെ ഈ ക്യാവിറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ക്ലോസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കാരണം അവിടെ ട്യൂബ് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ക്ലോസിങ് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഇട്ട് കൊടുക്കുന്ന ആ സമയം മുതൽ തന്നെ അത് സോളിഡ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈം ഡിപ്പെൻഡൻസിയും അതുപോലെ തന്നെ കോസ്റ്റും കുറഞ്ഞ് കിട്ടും ട്രാൻസ്ഫർ മൗൾഡിങ്ങിൽ. അപ്പം മൗൾഡിങ്, പ്ലാസ്റ്റിക് മൗൾഡിങ്ങും അതിൻ്റെ 4 ടെക്നിക്കുകളുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും അടുത്തത് യൂസസ് ഓഫ് തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്. ഇപ്പോൾ തെർമോപ്ലാസ്റ്റിക് എന്താണ്, തെർമോസെറ്റിക് പ്ലാസ്റ്റിക് എന്താണെന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ യൂസസ് ആണിത്. കുറച്ചിതും അതിൻ്റെ ട്രേഡ് നെയിമും, അതായത് കോമൺ നെയിം, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് വർക്കിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് യൂസസും കൊടുത്തിട്ടുണ്ട്. 4 കൊടുത്തിട്ടുണ്ട് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ. എപ്പോക്സി റെസിൻ ആണെങ്കിൽ അതിന് ബോണ്ടിങ്, എൻക്യാപ്സുലേഷൻ, ലാമിനേറ്റിംഗ്, സർഫസ് കോട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ മെലാമിൻ ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ വർക്ക് ടോപ്സ്, ടേബിൾ വെയർ, ബട്ടൺസ്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ആണ് യൂസസ്. യൂറിയ ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്, പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽ കോട്ടിംഗ്, വുഡ് അഡിസീവ്. പോളിസ്റ്റർ റെസിൻ പാനൽസ് ഫോർ കാർ ബോഡീസ് ആൻഡ് ഹൾസ്, കാസ്റ്റിംഗ്, എംബഡിങ്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും കോമൺ നെയിംസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് യൂസസ്. ഇനിയും അടുത്തത് തെർമോപ്ലാസ്റ്റിക്കാണ്. അപ്പോൾ തെർമോസെറ്റിങ് കഴിഞ്ഞു, ഇനി അടുത്ത തെർമോപ്ലാസ്റ്റിക്കാണ്. 3 എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ യൂസസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോളിയെത്തിലീൻ ആണ്. പാക്കിംഗ് ബാഗ്സ്, കണ്ടെയ്നർ, പൈപ്പിംഗ്, കെമിക്കൽ എക്യുപ്മെൻറ്റ്, കോട്ടിംഗ് ഫോർ ടേബിൾ ആൻഡ് വയേഴ്സ്. പിന്നെ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലാ ടെമ്പറേച്ചറിലും അത് ടഫാണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിളാണ്, ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്, പിന്നെ ഈസിലി മൗൾഡഡ്. പിന്നെ അടുത്ത് വന്നിട്ട് പോളിപ്രോപ്പിലീൻ ആണ്. മൗൾഡഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്, കെമിക്കൽ പ്ലാന്റ്. ലബോറട്ടറി എക്യുപ്മെൻറ്റിലും ഹോസ്പിറ്റലുകളിലൊക്കെ മൗൾഡ് ചെയ്ത് ഉപയോഗിക്കുന്നു പോളിപ്രോപ്പിലീൻ. കെമിക്കൽ പ്ലാന്റുകളിലും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പോളിസ്റ്റൈറീൻ, റെഫ്രിജറേറ്റഡ് ട്രേസ്, ബോക്സസ് ആൻഡ് മെനി ആർട്ടിക്കിൾസ് ഓഫ് ഹൗസ് ഹോൾഡ്, ഹോളോ വയർ, ടോയ്സ്, ഡിസ്പ്ലേ ഫിഗേഴ്സ് എക്സെട്ര. പിന്നെ അതിൻ്റെയും പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തെർമോ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ തെർമോസെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ യൂസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതെന്ന് പറയുന്നത് ജനറലായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കുകളും അതിൻ്റെ പ്രോപ്പർട്ടീസും എന്തൊക്കെ പ്രോഡക്റ്റ്സ്, എന്തൊക്കെ യൂസസ് ആണ് വരുന്നതെന്നുള്ള ജനറലായിട്ട് കുറച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് പോളി അമൈഡ് നൈലോൺ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പോളി മിഥൈൽ മെത്താക്രിലേറ്റ് ഉണ്ട്, പോളിപ്രോപ്പിലീൻ, പോളിസ്റ്റൈറീൻ, അതുപോലെ തന്നെ ലോ ഡെൻസിറ്റി പോളിത്തീൻ, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഒക്കെ അതിൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് ഏതാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യൂസസും കൊടുത്തിട്ടുണ്ട്. അത് ജനറലായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കുകളും അതിൻ്റെ യൂസുകളും മാത്രമാണ്. അപ്പം അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു തന്നിട്ട് അതിൻ്റെ യൂസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് 2-3 എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കളക്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു പോർഷൻ എന്ന് വെച്ചാൽ എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയും. There are group of plastic material that have better mechanical or thermal properties than more widely used common commodity plastics as polystyrene, PVC, polyethylene, polypropylene. അതായത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറിനെ കഴിഞ്ഞും കൂടുതൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മെക്കാനിക്കൽ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്സ്. Being more expensive, engineering plastics are produced in lower quantities and tend to be used for smaller objects or low volume applications as the mechanical parts rather than for bulk and high volume ends like containers and packings. അതായത് ഈ ഒരു എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്സിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ വളരെ ലോ ക്വാണ്ടിറ്റീസിൽ മാത്രമേ ഇതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുള്ളൂ. അതായത് ലോ വോളിയം ആപ്ലിക്കേഷൻസിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന. ഹൈ വോളിയം ആപ്ലിക്കേഷൻസിന് ഒന്നും തന്നെ എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ഇപ്പം ഉപയോഗിക്കുന്നില്ല. ഇനിയും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? Each engineering plastic usually has a unique combination of properties that make it material for choice of some application. അപ്പോൾ ഓരോ എൻജിനീയറിംഗ് പ്ലാസ്റ്റിക്കിനും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നു കഴിയുമ്പോൾ അതിന് യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. മറ്റു പ്ലാസ്റ്റിക്സുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പ്ലാസ്റ്റിക്കിന് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ധാരാളം ആപ്ലിക്കേഷനുകളും ഉണ്ട്.
For example, polycarbonates are highly resistant to impact, while polyamides are highly resistant to abrasion. അപ്പോൾ അബ്രേഷന് നമ്മൾ നോർമലി എടുക്കുന്ന ഒരു ഇതാണ് പോളിഅമൈഡ്. ഇതുപോലെ പ്രിപ്പയർ അതായത് ജനറ്റിക്കലി പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ് പോളികാർബണേറ്റ്സ്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്താൽ തന്നെ ഇമ്പാക്റ്റ്, അതായത് ഇമ്പാക്റ്റ് ഒന്നും എന്താ പറയുന്നത്, കൂടുതൽ ഇമ്പാക്ട്സുകളൊന്നും ഉണ്ടാവാതെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പോളികാർബണേറ്റ്സിന് സാധിക്കും. പക്ഷേ പോളി അമൈഡ്സ് ആർ റെസിസ്റ്റൻറ്റ് ടു അബ്രേഷന് പോളി അമൈഡ്സും റെസിസ്റ്റൻ്റ് ആണ്. അതർ പ്രോപ്പർട്ടീസ് എക്സിബിറ്റഡ് ബൈ വേരിയസ് ഗ്രേഡ്സ് ഓഫ് എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ഇൻക്ലൂഡ് ഹീറ്റ് റെസിസ്റ്റൻസ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്, റിജിഡിറ്റി, കെമിക്കൽ സ്റ്റെബിലിറ്റി, സെൽഫ് ലൂബ്രിക്കേഷൻ, ഫയർ സേഫ്റ്റി. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇതിനോടെല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന് ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഹീറ്റ് റെസിസ്റ്റൻസ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പവറൊക്കെയുള്ള സ്ട്രെങ്ത്, റിജിഡിറ്റി നല്ല കട്ടിയുള്ളതായിരിക്കാം, തേർമൽ സ്റ്റെബിലിറ്റി കെമിക്കലി ഇത് സ്റ്റേബിളായിരിക്കും, മറ്റ് റിയാക്ഷൻസിനോടൊന്നും പങ്കെടുത്ത് പെട്ടെന്ന് ചീത്തയായി പോകുന്നതല്ല, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഈ എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന് ഉണ്ട്. ഫയറിനോടും അതുപോലെ തന്നെ ഫയറൊന്നും പെട്ടെന്നൊന്നും ഇത് ക്യാച്ച് ചെയ്യില്ല. പ്ലാസ്റ്റിക്സ് ആണ് ഫയർ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് പെട്ടെന്നൊന്നും എന്തല്ല നമ്മുടെ ഫയറിനെ ക്യാച്ച് ചെയ്യില്ല, ഫയർ സ്റ്റെബിലിറ്റിയും ഉണ്ട്. അപ്പോൾ മറ്റു പ്ലാസ്റ്റിക്സിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിനുണ്ട്. പക്ഷേ അവയെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ലോ വോളിയം ആപ്ലിക്കേഷൻസിന് മാത്രമേ നമ്മളതിനെ ഉപയോഗിക്കുന്നുള്ളൂ. These are the examples for engineering plastics: acrylonitrile, butane, styrene, ABS അറിയായിരിക്കും, nylon 6, polyamides, polybutylene terephthalate, polycarbonates, PEK, അങ്ങനെ ഷോർട്ട് ഫോംസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് പോളികീറ്റോൺ, polyethylene terephthalate, polyimides, polyoxymethylene plastic, polyphenylene sulfide, polyphenylene oxide, polysulfonyl, polytetrafluoroethylene, polymethyl methacrylate. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾസ് 2-3 ഒക്കെ പഠിച്ചു വെക്കണം. പിന്നെ ഇത് ഫിഗർ, അതായത് എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ലോ വോളിയം പ്രോഡക്ട്സിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫിഗർ മാത്രമാണിത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന സിലബസുകളെല്ലാം ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വീണ്ടും ഏതെങ്കിലും പോർഷൻസ് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിലും ചോദിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ PDF നോട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതും കൂടെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് മാത്രം പഠിച്ചു പോവുക. എക്സാമിനും അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.